ഹലോ ഹലോ ഞാനാണ്. അത് ഇത് ICU യൂണിറ്റ് അതല്ലേ ഇത്? അതെ, ICU ആടാണ്. എന്താ ഇങ്ങനെ ഈ വേഷം കിട്ടിയ എന്റെ ഫ്രണ്ടില്? ഞാനൊരു ബാല നടനാണ്. ഞാനൊരു ബാല ആർട്ടിസ്റ്റാണ്. എന്റെ ആശ ഇതിനകത്ത് അഡ്മിറ്റ് ആണ്. ആശാൻ എന്തിനാ അതിന്റെ ഉള്ളിൽ അഡ്മിറ്റ് ആയത്? പരിപാടി ഒന്നും പൊളിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെന്തിനാ അതിന്റെ അകത്തൊന്നും നടക്കുന്നത്? സംഭവം പരിപാടി അങ്ങോട്ട് കഴിഞ്ഞതും കണ്ടോണ്ടിരുന്നതിൽ ഒരാൾ ഓടി വന്ന് ആശാൻ ഒരു നോട്ടുമാല അങ്ങിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ബാലയും സൂപ്പർ, നിങ്ങളും സൂപ്പർ എന്ന്. ഇത് കേട്ടതും വെട്ടിയിട്ട വാഴ പോലെ ആശ ഒരൊറ്റ വീഴ്ചയായിരുന്നു. നോട്ടുമാലയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരിപാടി വിജയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ വരേണ്ടത്? സംഭവം ശരി തന്നെയാണ്. 10-15 വർഷമായി ആശ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. സംഭവം ഉണ്ടല്ലോ, ഈ ഹാപ്പി കൂടിയപ്പോഴേക്കും BP കൂടി കിടക്കുക. ആശാൻ ഇതൊന്നും പരിചയമില്ലല്ലോ, അതാ സംഭവം. അങ്ങനെ ഞാൻ അകത്ത് കിടക്കുക സംഭവം BP കൂടിയിട്ട്. അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സംഭവം പുറത്തിറങ്ങിയിട്ട് വേണം ബോധം വന്നിട്ട് എനിക്ക് ശമ്പളം വാങ്ങിക്കാൻ. ഒരു മസാല ദോശ, പിന്നെ ബീട്രൂട്ടിന്റെ 2 കട്ട്ലറ്റ്, പിന്നെ സ്റ്റീൽ ഗ്ലാസിനകത്ത് ഒരു ചായ. പെട്ടെന്ന് വേണം. അല്ല, എനിക്ക് മനസ്സിലായില്ല ഈ ദോശയും കട്ട്ലറ്റ് എനിക്ക് മനസ്സിലായില്ല സംഭവം. ഇന്ത്യൻ കോഫി ഹൗസ് അല്ലേ? അയ്യോ, എന്റെ ICU, എന്റെ ഹോസ്പിറ്റല്. ഞാൻ പറയും പഠനം ICUയുടെ മുമ്പ് കാര്യം അങ്ങനെ പറയരുത്. എന്റെ ആശാനകത്ത് കിടക്കുകയാണ്. ഇന്നലെ രാത്രി കൊണ്ടുവന്നല്ലേ, മറന്നുപോയോ? അപ്പൊ പരിപാടിയില് അല്ല, നിങ്ങള് സെക്യൂരിറ്റി ഒന്നും ഈ വേഷമൊന്നും അല്ല. അല്ലാന്ന്. നിങ്ങൾ ആരാണ് പിന്നെ? ഞാൻ ബാല നടൻ. നിങ്ങള് ബാലയൊന്നും അല്ല, നടൻ ബാലയെ എനിക്കറിയാം. ദിസ് ഈസ് റോങ്. അതല്ല പറഞ്ഞത്. ബാല എന്ന സിനിമ നടനല്ല, ഞാൻ ബാലയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ബാലയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആണ്? അതേന്ന്. ഓ, നിങ്ങളുടെ കൂടെ വന്ന ആളാണ് ആശാൻ. ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ആശാനെ നോക്കുന്ന ഡോക്ടറാണോ? അല്ലല്ല. പിന്നെ ഈ ടെലസ്കോപ്പ് ഈ കോപ്പന്റെ ഇരിക്കുകയായിരുന്നു. അല്ല, സ്ഥലൊന്നും വരത്തില്ല എനിക്ക്. അങ്ങനെ. ഇത് നമ്മുടെ ആ പുല്ലന്റെ ഡോക്ടറെ കണ്ടോ? പുല്ലന്റെ ഡോക്ടർ അല്ല, പല്ലിന്റെ ഡോക്ടറെ കണ്ടോ? OP-യിൽ ഇരുന്ന് ചികിത്സിച്ചോണ്ടിരിക്കുന്നുണ്ടോ? പുള്ളി ടെലസ്കോപ്പ് എടുക്കാൻ മറന്നുപോയി. കാറിന്റെ ഡാഷിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയായിരുന്നു. അല്ല, ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പുള്ളി രോഗികളെ നോക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ? അത് ഫോണിന്റെ ഹെഡ്സെറ്റ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ബംഗാളി വന്ന് തെറി പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിടികിട്ടിയത്. അവന്മാർക്കറിയാം ഹെഡ്സെറ്റിന്റെ കാര്യം. ഞാനിപ്പോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞാ ഞാൻ വന്നത്. അപ്പൊ ഡോക്ടറല്ല? അല്ല. അപ്പൊ പിന്നെ നിങ്ങളാരാ? ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ HPTO. എച്ചിൽ പറക്കുന്ന ആൾ അല്ല. ഈ ഹോസ്പിറ്റൽ HPTO എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ എല്ലാ പണികളും ചെയ്യുന്ന ഒരാൾ. മാനേജര് അങ്ങനെയും പറയാം. ഹോസ്പിറ്റലിലെ മാനേജര് ഓക്കെ. എല്ലാ പണിയും ചെയ്യുമെന്ന് പറയുമ്പോ എന്ത് പണി? എല്ലാ പണിയും ചെയ്യുന്ന പറഞ്ഞപ്പോ നേഴ്സ് ഇല്ലെങ്കിൽ നേഴ്സിന്റെ പണി ഞാൻ ചെയ്യും. ഇഞ്ചക്ഷൻ എടുക്കൂ. പിന്നെ കമ്പൗണ്ടറിലെ കമ്പൗണ്ടറിന്റെ പണി ഞാൻ ചെയ്യും. പിന്നെ ഡോക്ടറിലെ ഡോക്ടറിന്റെ പണി ഞാൻ ചെയ്യും. ഡോക്ടറിന്റെ പണി എന്തോ ചെയ്യും? ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഡോക്ടറിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ വരാൻ പറ്റിയില്ല, വയറ്റിലേക്ക് കിടന്ന് കുരുങ്ങി പോയി. അപ്പം സമയത്തിന് ഓപ്പറേഷൻ ചെയ്യണമല്ലോ. അത് വേണം. ഞാൻ കയറി അങ്ങ് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ രോഗിയുടെ കാര്യം ഓക്കെ, ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. അല്ല, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കാര്യം ചെയ്താ പോരെ? ടാർഗറ്റ് ഫില്ല് ചെയ്യണ്ടേ? ഞാനല്ലേ മാനേജര്. ഇപ്പൊ രോഗിയില്ലെങ്കിൽ രോഗിയില്ലാത്ത ബെഡിൽ ഞാൻ കയറി കിടക്കും. രോഗിയില്ലാത്ത ബെഡില് ഞാൻ കയറി കിടക്കും. ടാർഗറ്റ് ഫില്ല് ചെയ്യണമല്ലോ. അല്ല, നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ്? ഇത് തന്നെ എല്ലാരും ചോദിക്കുന്നത്, നിനക്ക് എന്തിന്റെ സൂക്കേടാന്ന്. സത്യം പറയാൻ എനിക്കൊരു സൂക്കേടും ഇല്ല. നിങ്ങൾക്ക് സത്യത്തിലൊരു സൂക്കേടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. എന്ത്? കൃമിയടി. അല്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായത്തിനൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഇതെല്ലാം കൂടെ ടാർഗറ്റ് ഫില്ല് ചെയ്ത് വരണ്ടേ? ആ ടാർഗറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് വിളി വരും, MD-യുടെ വിളി വരും. അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്. അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗിയെ കണ്ടോ? കാലുവേദനയായിട്ട് വന്നതാണ്. ലക്ഷപ്രഭു. ഞാനാ ലക്ഷപ്രഭു ആക്കിയത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ലക്ഷപ്രഭു ആവും അല്ലേ? ആകും. പക്ഷെ നേരത്തെ കോടീശ്വരനായിരിക്കണം. അങ്ങനെ ലക്ഷപ്രഭു ആവും. അങ്ങനെ. എന്താ ഈ ഹോസ്പിറ്റലിന്റെ പേരെന്താ? ഈ ഹോസ്പിറ്റലിന്റെ പേര് ഇങ്ങോട്ട് കയറി വന്നോ? കണ്ടില്ലായിരുന്നോ? ഇല്ല. ദേവലോകം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. യമലോകം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാക്കണം. അതാണ് നിന്റെ ഈ പരിപാടിക്ക് പറ്റിയ പരിപാടി. ചുമ്മാ കഴുത്തറുപ്പ് പരിപാടിയാണ്. കഴുത്തറുപ്പ് പരിപാടിയൊന്നും ഇല്ല. ഒരു പനിക്ക് 10,000-5,000 രൂപ മേടിക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ വാങ്ങിക്കാറില്ലല്ലോ. അല്ല, ഞാനെന്നാ കൂടെ നിൽക്കട്ടെ. ആംബുലൻസ് വന്നെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ശബ്ദം നിർത്താൻ പോകണം? അല്ല, നിർത്താൻ പോവല്ല. ആംബുലൻസ് സമയത്തിന് അവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ മെഡിക്കൽ കോളേജിലോട്ട് വിടും. അവിടെ ഫ്രീ അല്ലേ, പിടിച്ചു നിർത്തിയില്ലേ കിട്ടത്തില്ല. ആയിക്കോട്ടെ. എന്റെ പൊന്നു ദൈവമേ, ഒരുപാട് മാനേജർമാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിട്ട് പാവങ്ങളെ കൊല്ലന്മാരെ. ഇത്രയും നേരം അവിടെ പോയി നടന്നേ, താമസിച്ചല്ലേ നീ? നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലേ? നിങ്ങളുടെ നാട്ടിലേക്ക് വണ്ണം വെക്കുന്നതിനെ ക്ഷീണിക്കണമെന്നാണ് പറയണത്. നീ ആശുപത്രിയിലെ പടിക്കെട്ട് കയറി മുകളിൽ വന്നായിരുന്നു. വന്നു.
ചെറിയൊരു ക്ഷീണം വന്നില്ലേ? ക്ഷീണം വന്ന് ഞാൻ ആ ക്ഷീണമാണ് പറഞ്ഞത്. അത് ക്ഷീണമാണല്ലേ? എനിക്ക് കത്തിയില്ലേ? പിന്നെ അതുപോലെ നിന്റെ ആശാൻ ഇറക്കി ഇവിടെയുണ്ട്. പിന്നെ അകത്ത് കപ്പ ഒഴുങ്ങാൻ വെച്ചിക്കല്ലേ ഇറക്കി ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി. ഐസി കിടക്കാണ്. ഐസി എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിന്റെ ആശാനാണെങ്കിലും അത് എന്റെ ഭാര്യയുടെ അച്ഛനാണ്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങേര് ഒന്നുമില്ലെങ്കിലും അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയോ? സർവശ്രീ നാണു ആശാൻ എന്നാണ്. അങ്ങനെയല്ല, പിന്നെ സർവത്ര നുണ ആശാൻ. അങ്ങനെയാണ് പറയാനുള്ളത്. ഇല്ലാത്ത കള്ളം പറഞ്ഞിട്ടാണ് അയാളെ മോളെ എനിക്ക് കെട്ടിച്ചെന്നത്, അറിയാമോ? പതുക്കപ്പെട്ടത് ആശുപത്രിയാണ്. എങ്ങനെ എന്ത് കള്ളം പറഞ്ഞത്? എന്ത് കള്ളം പറഞ്ഞു? എടാ എനിക്ക് സ്ത്രീയുടെ പൈസ തരാനുള്ള തന്നിട്ടില്ല ഇതുവരെ. അത് പോയിട്ട് നിന്റെയൊക്കെ ബാല വർഷം ഇറക്കാൻ വേണ്ടിട്ട് 50,000 രൂപ ചേർന്ന് വാങ്ങിച്ചോണ്ടിരുന്നത്, അത് തിരിച്ചു തന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് സ്ത്രീയുടെ വേണ്ടത് വെക്കാം. ഈ കടം വാങ്ങിച്ച പൈസ തിരിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചാൽ പറയുന്നത് വീട് മൊത്തം എഴുത്തരാന്ന്. 10 കൊല്ലോടെ പറയുന്നുണ്ടാക്കോണ് ഇതുവരെ എഴുത്തുന്നില്ല. ഇന്ന് എനിക്കിത് വേണം. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഐസിയു കിടക്കുന്നു. അതെ. അവിടേക്ക് ശ്രീധരൻ ചോദിച്ചു വരുന്നു. സത്യം പറഞ്ഞ ക്ലീശയാണ് ഇത്. പക്കാ റോങ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അതിന്റെ ഇടയിൽ കൂടെ നീ എങ്ങനെയാ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി? അതാണ് നാക്ക് വെച്ചിട്ട് എങ്ങനെ ഒപ്പിട്ട് വാങ്ങി? നാക്ക് വെച്ചിട്ടില്ല, നേക്ക്. ഞാൻ അകത്തോട്ട് കയറി ചെന്നു. എന്നിട്ട് അമ്മാവനോട് പറയുന്നു, അമ്മാവ എനിക്ക് സ്ത്രീധനം വേണ്ട. അപ്പൊ അമ്മാവൻ പറയും ദാ ഇങ്ങനെ. അപ്പൊ തന്നെ ഈ സാധനം തുറന്നിട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് വാങ്ങി. കൊള്ളാം കേട്ടാ. ഒരുമാതിരി മനസാക്ഷി ഇല്ലാത്ത പരിപാടി ആയിപ്പോയി. അയ്യോ ഒരു കുഴപ്പമില്ല. മനസാക്ഷിയുടെ കാര്യം പറയേ ചെയ്യരുത്. കാരണം കഴിഞ്ഞ മാസം എന്റെ ഭാര്യ കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി തിണ്ണയിരുന്ന് തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. തത്ത പറയും പോലെ പറഞ്ഞിട്ടാണ് കേൾക്കാത്ത. നീ മനുഷ്യര് പറയും പോലെ പറഞ്ഞു നോക്ക്. അങ്ങനെ കറക്റ്റാ കേട്ടനെ. മനുഷ്യൻ പറയുന്ന പോലെ പറഞ്ഞത്. എന്നാലും വളരെ മോശോടാ. എന്നാലും വളരെ മോശം. ഇങ്ങനെയൊന്നും ഇവിടെ കിടന്നത് കാണിക്കാൻ ചെയ്യരുത്. എന്ത് കാണിക്കാൻ ചെയ്യരുത്? നീ ഒന്ന് പോയ. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. വൈകുന്നേരം 6 മണിയാ? നേരെ 6 മണി. പിന്നെ എടാ വൈകിട്ട് 6 മണിക്കെന്ന്. വൈകിട്ട് 6 മണിക്ക്. വൈകിട്ട് 6 മണിക്ക് ബാലയുണ്ട്. ആശാൻ ബാല കളിക്കാൻ വരുമ്പോ പകരം ആര് ഐസി കയറി കിടക്കും? അല്ല അങ്ങനെയല്ല. ഈ ആശാന ഐസി കിടക്കല്ലേ, പകരം ആരെ ഞാൻ ബാല കളിക്കാൻ കൊണ്ടുപോകുന്നു. ഞാൻ ആ ടെൻഷൻ കൊണ്ട് വന്നു പോയോ? നീ പറയും പോലെ അല്ല. കഴിവുള്ള എന്തെങ്കിലും ആൾക്കാർ ചെയ്യണം. ആശാൻ പറയുമ്പോണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഒരു കേസ്, ഇന്ന് ബാല നടക്കും. ബാലയുടെ ഫുൾ പൈസ എനിക്ക് തരണം. നിനക്കുള്ള ശമ്പളം ഞാൻ തരാം. സമ്മതിച്ചാ? നടക്കണ കാര്യമല്ല ഉണ്ടായി പറയണേ. എന്ത് കാര്യം ഒന്ന് പറഞ്ഞു ആദ്യം. ഞാൻ കയറി അഭിനയിക്കാം വേഷം. ആ വേഷം ഞാൻ കയറി അഭിനയിക്കാത്. നിനക്ക് വിശ്വാസമല്ലേ? നീ ഈ സീസണിലാണല്ലോ ഇയാളെ വന്നത്. ഞാൻ 4 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് കളിച്ചിട്ടുണ്ട് ബാലയിൽ. ഞാൻ മറ്റേ ഇതൊക്കെ ആയിട്ട് അഭിനയിച്ചു. ജിമ്മായിട്ട് ബാലയില്ല? അല്ലല്ല, പിന്നെ ചരിത്ര പുരുഷനായിട്ട്. ചരിത്ര പുരുഷനാ? ഇവിടെ ചരിത്ര പുരുഷൻ എന്ന് പറഞ്ഞാൽ പഴയ ധീര യോദ്ധാക്കന്മാർ അല്ലെങ്കിൽ നവോത്ഥന നായകന്മാർ, അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് വന്നത്. ഒരു വാളും പരിചയം കൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ മെക്കാളെ പ്രഭു ഇങ്ങനെ നടന്നു വരികയാണ്. ബ്രിട്ടീഷുകാരൻ. ഞാൻ മുഖത്തോക്കി പറയും, ഈ ഇന്ത്യൻ അധിനിവേശ ഭൂമി ഇറങ്ങി പോടാ ബ്രിട്ടീഷ് പട്ടി. പിന്നെ അങ്ങോട്ട് പച്ച തെറിയാണ് 1 മണിക്കൂർ നിന്ന് തെറി പറയും ഞാൻ. ഇത് ഏത് കഥാപാത്രം എന്ന് പറഞ്ഞ? കളരിയിൽ കുങ്കൻ. നിന്ന് തെറി പറയുമെങ്കിൽ കളരി കുങ്കനല്ല, ചുഴലിയിൽ തങ്കൻ. അങ്ങനെ ഒരാളുണ്ട്. എടാ നിനക്കിതൊന്നും നടക്കത്തില്ല. നിനക്കറിയാവോ, ഇന്ന് പോലീസുകാരാ ഇന്ന് ഞങ്ങളെ ബാല ബുക്ക് ചെയ്തിരിക്കുന്നത്. ആചാരം ഇവിടെ കിടക്കുന്നത്. നാളെ ഇവിടെ നിറച്ച് ഞങ്ങളായിരിക്കും. എന്റെ പരിപാടിയിലുള്ള ആൾക്കാർ തീരുമാനം ഉണ്ടാക്കും. നിന്റെ ബാല ഡയലോഗ് പറഞ്ഞ ഇതൊക്കെ വേണോ? ഒന്നാമത് ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ? 35,000 ഞാൻ ശ്രമിച്ചോക്ക്. ഞാൻ പറയാം, പള്ളിക്കഞ്ഞിയും കുടിച്ചിട്ട് അന്തപുരത്തിൽ അന്തിയിറങ്ങുന്ന മാതുലപുത്രി തുറക്കൂ വാതിൽ. പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് മുറിക്കാത്തിറങ്ങുന്ന മാമന്റെ മോളെ തുറക്കൂ വാതിൽ. ഇതല്ലേ ഇതിന്റെ അർത്ഥം? അർത്ഥം അതാണെങ്കിലും ബാല പറയുമ്പോ അങ്ങനെ ഒരു ടോണില്ലേ? എന്തിന് നാച്ചുറലായിട്ട് പറയണം? നാച്ചുറൽ. ഇടയൊക്കെ കൊട്ടാരത്തിലെ ഡയലോഗാണ്. അളിയായിരുന്നാണ്. ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ബാലയെ കാണാൻ വരുമോ? ഇല്ല. ഈ ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാം സാധാരണക്കാരെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലുണ്ട് ഡയലോഗ് എഴുതാം. മനസ്സിലായ? നീ പറയും പോലെ നീ പോയ ശരിയാകത്തില്ല. ഈ ആശാനാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്. ആശാൻ വേദിയിൽ വരുമ്പോഴുള്ള ജനങ്ങൾ ഇങ്ങനെ കോരി തരിക്കും ഈ ഡയലോഗ് പറയും. ഈ ഡയലോഗിന്റെ ലാസ്റ്റ് ഒരു ചിരിയുണ്ട്. ആ ചിരിയിൽ സ്റ്റേജ് വിറയ്ക്കും. ചിരി പറഞ്ഞു മാതിലപുത്രി വാതിൽ തുറക്കൂ. അതുപോലെ അതുപോലെ നല്ല വേണം. സ്റ്റേജ് കുലുങ്ങണം. ഈ കുലുങ്ങാനല്ല. അവന് കുഴപ്പമൊന്നുമില്ല. സ്റ്റേജ് ചിരിച്ചു കുലുക്കണമെന്ന് പറഞ്ഞപ്പോ ചിരിച്ചു തൊണ്ട കുരുക്കി വെച്ചിരിക്കുക. ഇവിടെ കിടന്ന് ചിരിച്ചാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യും. 5000 രൂപ മിനിമം. നിങ്ങൾ ഈ ഫ്ലാസ്ക് ഒക്കെ ഇങ്ങോട്ട്. അയ്യോ ഞാൻ ചായ മേടിക്കാൻ പോയതാണ്. ചായ മേടിക്കാൻ വേണ്ടി പോകും. ചായ വാങ്ങിക്കാനാ? പിയൂണല്ലേ ചായ വാങ്ങിക്കേണ്ടത്? അല്ല, ഇവൻ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. ഒരു ദിവസം 3 ചായ കുടിക്കും. 3 മണിക്കൂർ പോയില്ലേ? ആകുമ്പോ പോയി ടക്ക
ചക്കരെ വാങ്ങിച്ചോണ്ടാ കൊടുക്കും. അപ്പൊ അവന്റെ സമയം മനസ്സിലായി എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ കക്കൂസ് കഴിയാൻ കിടും. നിങ്ങൾ തന്നെ കക്കൂസും കഴിയും. നിങ്ങൾ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അല്ല, ഇവൻ ചായ കുടിച്ചിട്ട് കക്കൂസ് കഴിയാൻ കയറുമ്പോഴത്തേക്കും 2 മണിക്കൂർ അങ്ങനെ പോകും. അവന്റെ സമയം അങ്ങനെ പോകരുത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യും. സംഭവം ഈ പുള്ളിയെ മനസ്സിലായ? ഇവിടുത്തെ പണിക്കാരനല്ലേ? പണിക്കാരനല്ല, ഇവിടുത്തെ മാനേജരാ. എല്ലാ പണിയും ചെയ്യും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട്. എല്ലാ പണിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ കഴുകാത്ത പാത്രം വരെ ഞാനാ കഴുകി വെക്കുന്നത്. കഴുകാത്ത പാത്രമൊക്കെ എന്തിനാ നിങ്ങൾ കഴുകി വെക്കണേ? എന്നെ കഴുകി വെച്ച പാത്രം എന്തിനാ കഴുകി വെക്കുന്നത്? ചാക്കര പണി ഞാനാ ചെയ്തേക്കുന്നത്. പിന്നെ മൊത്തം ടാർജറ്റ് ഫില്ല് ചെയ്യേണ്ട ജോലി എനിക്കാണല്ലോ. അല്ലേ, മോളിൽ നിന്ന് വിളി വരും. കഴിഞ്ഞ മാസം 5000 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഉടനെ അടുക്കളയിൽ ചെന്ന് ഒരു ഉള്ളി എടുത്ത് 2 കയറി കക്ഷത്തങ്ങ് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ പനിയായി. ഞാൻ ബെഡേ കയറി കിടന്ന് രോഗിയായി. അങ്ങനെ ടാർജറ്റ് തേക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഒരാൾ അകത്ത് കിടക്കുന്നുണ്ട്. ഉണ്ട്. ഈ ആ ഒരു ബോധം വേണം. ഇവനെയാണ് അതിന്റെ മരുമോനാ, പുള്ളിയുടെ മരുമോനായത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മരുമോനായ സ്ഥിതിക്ക് ബില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 2,50,000 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. ആരടക്കി? നിങ്ങൾ അടക്കണം. ഞാൻ അടക്കത്തില്ല. വെച്ച് കാണിച്ചിട്ട് കാര്യമില്ല, ബില്ല് അടക്കണം. ഇല്ല, ഞാൻ മിക്കവാറും കൂടെ അഡ്മിറ്റ് ആകും. എനിക്കും അസുഖമായി ഇവിടെ കൂട്ടുനിന്ന് 2,50,000 രൂപ ആരാ അടക്കുന്നത്? ബില്ല് കാണിക്കാവുന്നില്ല. 2,50,000 രൂപ ഇന്നലെ 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 1,00,000 രൂപ ആവോ? അപ്പൊ 24 മണിക്കൂർ ആയപ്പോഴത്തേക്ക് 80,000 മരുന്നും മണ്ണും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. മരുന്നും മണ്ണും അങ്ങനല്ലെന്ന്. സർവീസ് ചാർജ് ഇല്ലേ, നഴ്സിംഗ് ചാർജ് ഇല്ലേ, സ്കാവഞ്ചർ ചാർജ് ഇല്ലേ, ഡോക്ടർ ചാർജ് ഇല്ലേ, പിന്നെ മരുന്ന് ഗുളിക എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ പിന്നെ ഒരു 150 രൂപ അധികം എഴുതിയിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ചെലവ് വന്നു കഴിഞ്ഞാലോ? ചെലവ് ചായ കുടിക്കാൻ എന്തെങ്കിലും ചെലവ് വേണ്ടത്? 2,50,000 രൂപ ടാർജറ്റ് ഫില്ല് ചെയ്യണം. അയ്യോ, എന്റെ താടിയലിന്റെ ടാർജറ്റ് മാറിയിട്ടാണ്. താടിയല് ശരിയാക്കാൻ വേണ്ടിട്ട് എത്ര ലക്ഷം രൂപയാവും? 3 ലക്ഷം രൂപ. അപ്പൊ ഇതാണ് നിന്റെ ടാർജറ്റ്.